റാഫി കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തലയോലപ്പറമ്പിൽ നിന്ന്. റാഫി, ഞാൻ മനസ്സിലാക്കുന്നത് ഏറെ സാമ്പത്തിക പരാധീനത ഉള്ള ഒരു വീടാണ്. ആ വീട്ടിൽ തന്നെ മുഴുവൻ മുന്നോട്ട് നയിച്ചത്, ആ കുട്ടികളുടെ പഠനമടക്കം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ബിന്ദു ആയിരുന്നു. തുണിക്കടയിലെ ഒരു ജോലി കൊണ്ട് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ബിന്ദുവിനുണ്ടായിരുന്നത്. അപ്പോഴും വളരെ ധീരമായി ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ബിന്ദു എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വതൻ തന്നെ പറയുകയും ചെയ്യുന്നു. ഇനി അവർക്ക് അങ്ങനെ ഒരു ആശ്രയമില്ല, അവർക്കൊരു അത്താണിയില്ലാതെ ആയ ഒരു സ്ഥിതി. തീർച്ചയായും ബിന്ദു ആയിരുന്നു ഈ കുടുംബത്തിന്റെ ആശ്രയം. തുണിക്കടയിലെ ഒരു ജോലി കൊണ്ട് ബിന്ദു കുടുംബം നോക്കുകയും മക്കളുടെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തിരുന്നു. ബിന്ദു ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു. മൂത്ത മകൻ നവനീതിനെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു. ഇളയ മകൾ നവമിയെ ബിന്ദു BSc നഴ്സിംഗ് ആണ് പഠിപ്പിച്ചത്. അത്തരത്തിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകി തന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു ബിന്ദു. ആ നിലയിൽ ഈ കുടുംബത്തെ മുന്നോട്ട് നയിച്ച കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ബിന്ദുവിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിന്റെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയുള്ള ആളുകൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നന്ദി ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ നേരിൽ കണ്ടതാണ്. നമ്മൾ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തുമ്പോൾ ബിന്ദുവിന്റെ അമ്മ ഇവിടെ വരുന്ന ഓരോരുത്തരോടും പറഞ്ഞിരുന്നത് എൻ്റെ മകൾ മടങ്ങി വരും, എൻ്റെ മകൾ ഉടനെ മടങ്ങി വരും, എൻ്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അല്പസമയം മുൻപ് ബിന്ദുവിന്റെ ഭർത്താവും മകനും ഈ വീട്ടിലേക്ക് എത്തി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ മകളുടെ മരണവിവരം ആ അമ്മ അപ്പോഴാണ് ശരിക്ക് ഉൾക്കൊള്ളുന്നത്. ആ മരണവിവരം അറിഞ്ഞതു മുതലേ അമ്മ കരയുന്നത്, ആ അമ്മയോടൊപ്പം ആ ബിന്ദുവിന്റെ ഭർത്താവും ബിന്ദുവിന്റെ മകനും അലമുറയിട്ട് കരയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അവരുടെ കരച്ചിൽ ഇവിടെയുള്ള ആളുകളെ കൂടി ബുദ്ധിമുട്ടിക്കുന്നതാണ്. ആ നിലയിൽ വലിയ മാനസിക ബുദ്ധിമുട്ട് കേട്ട് നിൽക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും നൽകുന്ന കാഴ്ചകളാണ് ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബമാണ്. 4 സെന്റ് സ്ഥലത്തിൽ സർക്കാർ വച്ചു നൽകിയ വീട്ടിലാണ് താമസം. വീടിനോ മറ്റു സൗകര്യങ്ങൾക്കോ ആയിരുന്നില്ല ബിന്ദു ജോലി ചെയ്ത് അധ്വാനിച്ച പണം ചിലവാക്കിയിരുന്നത്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു. മക്കളെ മികച്ച നിലയിൽ കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നത്. മകൾക്ക് ചെറുപ്പത്തിൽ ഒരു വീഴ്ചയിൽ പറ്റിയ പരിക്കായിരുന്നു ഇത്തരത്തിൽ ബിന്ദുവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ആ പരിക്ക് പിന്നീട് നട്ടെല്ലിനും കഴുത്തിനുമുള്ള വേദനയായി മാറി. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു മികച്ച ചികിത്സക്കായി ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ഒരാഴ്ചക്കാലം ചികിത്സ പറഞ്ഞിരുന്നു. ഒരു സർജറിയും മകൾക്ക് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഒരാഴ്ചക്കാലം മകളുടെ ചികിത്സക്കായി കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നതിന് കടയിൽ നിന്ന് ലീവ് എടുത്താണ് ബിന്ദു കോട്ടയത്തേക്ക് പോയത്. 3 ദിവസം പൂർത്തിയാകുമ്പോഴാണ് ബിന്ദുവിന് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കുന്നത്. 2 മണിയോടുകൂടിയാണ് ഈ അപകട വിവരം പുറത്തറിയുന്നത്. ബിന്ദുവിന്റെ ഭർത്താവിന്റെ വീട് കൊല്ലത്താണ്. ആ ബന്ധുക്കളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ സങ്കടക്കാഴ്ചയാണ് തലയോലപ്പറമ്പിലെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിന്ദുവിന്റെ അമ്മയും 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് സീതാലക്ഷ്മിക്ക്. ഭർത്താവും മകനും എല്ലാവരും വളരെ സങ്കടത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. എന്തായാലും 4 മക്കളാണ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നത്. മൂത്ത ഒരു മകനായിരുന്നു. മകന്റെ മരണം അല്പകാലം മുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 3 പെൺമക്കളാണ്. ഏറ്റവും ഇളയ കുട്ടിയാണ് ബിന്ദു. കടന്നു വരുന്നവരൊക്കെയും പരസ്പരം ആശ്വസിപ്പിക്കാൻ പാടുപെടുന്നതാണ് നമ്മൾ കാണുന്നത്. ആ 4 മനുഷ്യർ അവരുടെ ആശ്രയമറ്റതിൻ്റെ സങ്കടത്തിലാണ്. ബിന്ദുവിൻ്റെ മകൾ നവമി ചികിത്സയ്ക്ക് ശേഷം ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഭർത്താവും മകനും മാത്രമാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. മകൾക്ക് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ, അണുബാധയടക്കമുള്ള സാധ്യതയുള്ളതിനാൽ മറ്റൊരു വീട്ടിലേക്കാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മകളെ മാറ്റിയിരിക്കുന്നത്. ഏതായാലും സങ്കടം നിറയുകയാണ് ആ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ.